പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 98ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കടും ചുവപ്പ് നിറത്തിൽ പൂക്കൾ വിരിയുന്നതും വളരെ ആകർഷകവുമായ ഒരു ഉദ്യാന സസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. സാൽവിയ സ്പ്ലെൻഡൻസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തെ ആംഗലേയ ഭാഷയിൽ സ്കാർലറ്റ് സേജ് എന്ന് വിളിക്കുന്നു. ബ്രസീലിയൻ സ്വദേശിയായ ഈ സസ്യത്തിൻ്റെ അപരനാമങ്ങളാണ് റെഡ് സാൽവിയ, ബ്ലഡ് സേജ് എന്നിവ. ലാമിയസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ കാണ്ഡം വളരെ മൃദുലമാണ്. ബഹുവർഷിയായ ഈ സസ്യം ഒരു ഹെർബാണ്. വർഷം മുഴുവൻ ചൂട് ലഭിക്കുന്നതും ഉയർന്ന ആർദ്രതയുള്ളതും ഉയരമുള്ള പ്രദേശങ്ങളിലും ഇവ നന്നായി വളരുന്നു. പൂന്തോട്ടങ്ങളിൽ വളർത്തുന്ന ഇനങ്ങൾക്ക് ഉയരം കുറവാണെങ്കിലും വന്യമായി വളരുന്നവയ്ക്ക് 1.3 മീറ്റർ വരെ ഉയരമുണ്ടാകാം. ഉയരം കുറഞ്ഞ ഇനങ്ങളാണ് പ്രശസ്തമായവ. അവ നല്ലൊരു ബെഡ്ഡിംഗ് പ്ലാന്റായോ ബോർഡർ പ്ലാന്റായോ വളർത്താൻ അനുയോജ്യമാണ്. ലോകമെമ്പാടും ഷോപ്പിംഗ് മാളുകളുടെ മുൻവശങ്ങളിലും പൊതുവായ പൂന്തോട്ടങ്ങളിലും അലങ്കാര സസ്യമായി ഇവ വളർത്തുന്നു. സസ്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതും അവയ്ക്ക് പേര് നൽകുന്നതും 1822-ലാണ്. അന്ന് സസ്യത്തിൻ്റെ നാമധേയം ലീസ് സ്കാർലറ്റ് സേജ് എന്നായിരുന്നു. പിന്നീടാണ് ഇപ്പോഴത്തെ പേര് നൽകപ്പെട്ടത്. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകൾക്ക് 7 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും നീളമുള്ള ഇലഞ്ഞെട്ടും ഉണ്ടായിരിക്കും. ഇലയുടെ അരികുകൾ പല്ലുകൾ പോലെയാണ്. ധാരാളം ശാഖകളോടുകൂടിയ സസ്യത്തിൻ്റെ മുകൾ ഭാഗത്തെ ശാഖകളിൽ നേർത്ത രോമങ്ങൾ കാണപ്പെടുന്നു. എന്നാൽ താഴെയുള്ള ഭാഗങ്ങൾ രോമാവൃതമല്ല. നേരെ വളരുന്ന പൂങ്കുലകൾ സ്പൈക്ക് രൂപത്തിൽ കാണപ്പെടുന്നു. അവ സസ്യത്തിൻ്റെ മധ്യഭാഗത്തെ ലീഫ് നോഡിൽ നിന്നും വളരുന്നു. ചുവന്ന നിറത്തിൽ കുഴൽ പോലെയോ ബെൽ പോലെയോ കാണപ്പെടുന്ന പൂക്കൾക്ക് 35 മില്ലിമീറ്റർ നീളവും 2 ലോബുകളും ഉണ്ടായിരിക്കും. ചുവന്ന പൂക്കൾ ചിലയിടങ്ങളിൽ പട്ടാളക്കാരുടെ രക്തം ചൊരിച്ചിലിൻ്റെ കഥയുമായി ബന്ധിപ്പിക്കാറുണ്ട്. ശരത്കാലത്തും വേനൽക്കാലത്തുമാണ് സാധാരണയായി പൂക്കൾ ധാരാളമായി ഉണ്ടാവുന്നത്. പൂന്തോട്ടത്തിൽ വളർത്തുന്ന ഇനങ്ങളിൽ ചുവപ്പ് മാത്രമല്ല, വെള്ള, പർപ്പിൾ എന്നീ നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാവുന്ന ഇനങ്ങളും ഉണ്ട്. പൂന്തോട്ടത്തിൽ വളർത്തുന്ന സസ്യങ്ങൾ ഏതാണ്ട് 1 മുതൽ 2 അടി ഉയരം വരെ വളരുന്നവയാണ്. ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യമായതിനാൽ തന്നെ തണുത്തുറയുന്ന പ്രദേശങ്ങളിൽ ഇവയ്ക്ക് വളരാൻ പ്രയാസമാണ്. തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇവ ഒരു വാർഷിക സസ്യമായി വളരുന്നു. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതോ ഭാഗികമായി തണൽ ലഭിക്കുന്നതോ ആയ പ്രദേശങ്ങളിലാണ് ഇവ നന്നായി വളരുന്നത്. നനവുള്ളതും നീർവാഴ്ചയുള്ളതുമായ മണ്ണാണ് അഭികാമ്യം. ബഹുവർഷിയായ സസ്യമാണെങ്കിലും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇവ വാർഷിക സസ്യമായാണ് വളരുന്നത്. വിത്ത് മുളച്ചാണ്
പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത്. കമ്പുകൾ മുറിച്ചു നട്ടും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ആവശ്യാനുസരണം നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അധിക നന വേരുചീയലിന് കാരണമായേക്കാം. ചട്ടികളിൽ നടാൻ വളരെ അനുയോജ്യമായ സസ്യമാണ് ഇത്. സാധാരണയായി സസ്യത്തെ ആക്രമിക്കുന്ന കീടമാണ് വെള്ളീച്ച. പൂക്കൾക്ക് പ്രത്യേക സുഗന്ധമൊന്നും ഇല്ല. വർഷത്തിൽ 2 പ്രാവശ്യം പുഷ്പിക്കുന്ന സസ്യത്തിലെ പഴയ പൂങ്കുലകൾ നീക്കം ചെയ്യുകയും ശരിയായ രീതിയിൽ പരിചരിക്കുകയും ചെയ്താൽ വർഷത്തിൽ 4 പ്രാവശ്യം വരെ പുഷ്പങ്ങളുണ്ടാകാം. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും വിഷകാരിയല്ലാത്ത ഈ സസ്യത്തിൻ്റെ പൂക്കൾ തേനീച്ച, മറ്റു പ്രാദേശിക ഈച്ചകൾ, പൂമ്പാറ്റകൾ എന്നിവയെ സസ്യത്തിലേക്ക് ആകർഷിക്കുന്നു. അലങ്കാര സസ്യമായ സ്കാർലറ്റ് സേജ് ഔഷധ ഗുണമുള്ള സസ്യം കൂടിയാണ്. ക്യാൻസർ, ജലദോഷം, പ്രമേഹം എന്നിവയ്ക്കുള്ള മരുന്നായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ പ്രമേഹം, ജലദോഷം, ചുമ എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നു. ബ്രസീലിൽ സസ്യത്തിൻ്റെ വിത്തുകൾ മനോരോഗ ചികിത്സയിലും ഇലകൾ വേദനയും നീർവീക്കവും കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നു. ചുമയ്ക്കും ജലദോഷത്തിനും സാധാരണയായി സസ്യത്തിൻ്റെ വേരുകളാണ് ഉപയോഗിക്കാറ്. വിത്തുകൾ വയറിളക്കം, വയറുവേദന, ഹെമറോയിഡ്സ് എന്നിവയുടെ ചികിത്സയിലും ഉപയോഗിക്കുന്നു. ഇലകൾ മുറിവിൽ വെച്ച് കെട്ടുന്നതിനും തൊലിപ്പുറത്തെ ചൊറിച്ചിൽ മാറ്റുന്നതിനും മരുന്നായി ഉപയോഗിക്കുന്നു. അലങ്കാര സസ്യമായും ഔഷധ സസ്യമായും ഉപയോഗിക്കുന്ന സ്കാർലറ്റ് സേജ് എന്ന ബ്രസീലിയൻ സ്വദേശി നമ്മുടെ പൂന്തോട്ടത്തിലും വളരട്ടെ. കണ്ണിന് ആനന്ദവും മനസ്സിന് കുളിർമയും ഉണ്ടാവട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.